കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് പുറത്തുവരുന്ന രാസമാലിന്യമായ കാറ്റലിസ്റ്റ് അയ്യൻകുഴിയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി പരാതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലാണ് രാസമാലിന്യം കിണറുകളിലടക്കം വീഴുന്നത്. റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് അയ്യൻകുഴി നിവാസികൾ നടത്തി വന്നിരുന്നത്. ചെറിയൊരു കാറ്റ് വീശിയാൽ അയ്യൻകുഴിയിലെ ജനവാസ മേഖലകളിലേക്ക് രാസമാലിന്യങ്ങളാണ് പറന്നെത്തുന്നത്. നിമിഷം നേരം കൊണ്ട് കിണറുകളിലും വീടുകൾക്കുള്ളിലേക്കും ഈ രാസമാലിന്യം വന്നു വീഴുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന രാസമാലിന്യമാണ് അയ്യൻകുഴിയിൽ ഇടതടവില്ലാതെ വീഴുന്നത്. പ്രദേശത്തേക്ക് രാസമാലിന്യം വീഴുന്നത് തടയണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ആ 45 കുടുംബങ്ങളിൽ കൊച്ചു കുട്ടികൾ തുടങ്ങി പ്രായമായവർ വരെ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ പറ്റാതെ കുട്ടികളുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് പോയി താമസിക്കുന്നു. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ഭൂഷണമല്ല. അയ്യൻകുഴിയിൽ മുൻപ് 40ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ്. എന്നാൽ റിഫൈനറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പതിവായി എത്താൻ തുടങ്ങിയതോടെ പലരും ഇവിടെ നിന്നും താമസം മാറുന്ന സാഹചര്യമാണ്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ റിഫൈനറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പോലീസ് എത്തി റിഫൈനറി അധികൃതരുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കാമെന്ന് വാക്ക് നൽകിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്നും പിരിഞ്ഞത്. അമൃത ന്യൂസ്, കൊച്ചി.